ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ആദ്യ ശനിയാഴ്ച ബോക്സ് ഓഫീസ് ഞെട്ടിക്കുന്നത് ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഭബഭ, വൃഷഭ, കളങ്കാവൽ, സർവമായ, ഹാൽ, ജനനായകൻ്റെ പ്രീസെയിൽ തുടങ്ങിയ അപ്ഡേറ്റുകളാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാം. തീർച്ചയായും നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം. എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് കടന്നു വരാം. ഹാൽ എന്ന ചിത്രത്തിൻ്റെ കളക്ഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ സിനിമ 10ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുന്നു. 10ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുന്ന സിനിമയ്ക്ക് ഇന്നലെ 255ഓളം ഷോകളിൽ നിന്നായി 5000ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 8,25,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നത്. അതായത് ഏകദേശം 14-15 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷൻ വന്നത്. അതായത് വ്യാഴാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷൻ വരുന്നു. ശനിയാഴ്ചയായ ഇന്ന് സിനിമയ്ക്ക് 15-20 ലക്ഷം രൂപ വരെ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാരണം മികച്ച രീതിയിൽ തന്നെ പോവുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഏറെക്കുറെ 1 കോടിയോളം നേടിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണേലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനനായകൻ കളം നിറഞ്ഞ് ആടുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. UK-യിൽ മാത്രമായി 45,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയിരിക്കുന്നത്. ഇനിയും 7 ദിവസത്തോളം അല്ലെങ്കിൽ 6 ദിവസത്തോളം ബാക്കി നിൽക്കുമ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഇന്നലെ വന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ കേരളത്തിൽ നിന്ന് 1,33 ലക്ഷം രൂപയോളമാണ് ഇന്നലെ ലഭിച്ചതായിട്ട് റിപ്പോർട്ടുകൾ വന്നത്. ടോട്ടൽ ഇന്ത്യ കളക്ഷൻ 4,22 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. ഓവർസീസിൽ നിന്ന് 14,24 ലക്ഷം രൂപയോളം, വേൾഡ് വൈഡ് ആയിട്ട് 19 കോടിയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് റിപ്പോർട്ടുകൾ വന്നത്. ഇത് ഇന്നലെ ഉച്ച സമയത്ത് വന്ന റിപ്പോർട്ടുകളാണ്. ഇനിയും സർവം മായ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് വരാം. സർവം മായ 100 കോടിയിലേക്ക് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു പ്രീസെയിൽ കളക്ഷനാണ് ഈ ഒരു ശനിയാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഗംഭീരം എന്നല്ല, അതിഗംഭീരം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത്. ഏകദേശം സിനിമയ്ക്ക് വന്നിരിക്കുന്നത് 1,81 ലക്ഷം രൂപയോളമാണ് വന്നിരിക്കുന്നത്. 1,531ഓളം ഷോകളിൽ നിന്ന് സിനിമയുടെ ഒക്യുപ്പൻസി 25%, 1,04,000 ടിക്കറ്റുകളാണ് വിറ്റുപോയതായി ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ അഡ്വാൻസിലൂടെ തന്നെ. അതായത് സിനിമയ്ക്ക് 78 കോടിയോളമായിരുന്നു 8 ദിനത്തെ കളക്ഷനെങ്കിൽ ഏകദേശം 88 കോടിക്ക് മുകളിലായിരിക്കും ഈ ഒരു 9ാം ദിനത്തെ കളക്ഷൻ കഴിയുമ്പോഴത്തേക്ക് വരുന്നത്. അപ്പോൾ ഇന്നലത്തെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് ഒന്ന് കടന്നു വരാം. 1,709ഓളം ഷോകളിൽ നിന്ന് 2,77,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 4,57 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നത്. അതായത് വ്യാഴാഴ്ചത്തേന് സമാനമായ രീതിയിൽ ഉള്ള കളക്ഷനാണ് വെള്ളിയാഴ്ചയും വന്നിരിക്കുന്നത്. ഏകദേശം 5 കോടിക്ക് അടുത്ത് തന്നെ സിനിമയ്ക്ക് കളക്ഷൻ വന്നിരിക്കുകയാണ്. ഈ ഒരു ശനിയാഴ്ച സിനിമയ്ക്ക് ഇതിനോടകം തന്നെ 1 കോടി, അതായത് 2 കോടിക്ക് അടുത്ത് കളക്ഷൻ വന്നു എന്ന് തന്നെയാണ്. അതായത് ഇന്ന് ഫൈനലായിട്ട് പ്രതീക്ഷിക്കുന്നത് 6 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ. അതായത് ഇന്നത്തോടെ സിനിമ ഒരുപക്ഷെ 95-99 കോടിക്കിടയിൽ വരാം, അല്ലെങ്കിൽ 100 കോടി എത്താനുള്ള ഏറെയും ചാൻസുകൾ. അതായത് ഞായറാഴ്ച കൊണ്ട് സിനിമ 100% 100 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. അതായത് 10 ദിവസം അല്ലെങ്കിൽ 11 ദിവസത്തിനുള്ളിൽ സിനിമ റെക്കോർഡിടുമെന്നുള്ളതാണ്. ഇനി വരുന്ന ദിനങ്ങളിലും സിനിമ ഗംഭീര പ്രകടനം തന്നെ കാഴ്ചവെക്കും. പല സ്ഥലങ്ങളിലും തിയേറ്ററുകൾ കൂട്ടുന്നു. കേരളത്തിന് പുറത്തും അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും മികച്ച രീതിയിലുള്ള കളക്ഷൻ ആയിട്ട് സിനിമ മുന്നോട്ട് പോവുകയാണ്. വൃഷഭ ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടത് 6ഓളം ഷോകൾ മാത്രമാണ്. അതിൽ നിന്ന് സിനിമയ്ക്ക് 21,000 രൂപയോളം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് വ്യാഴാഴ്ച മികച്ച രീതിയിൽ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 53 ഷോകളിൽ നിന്ന് 1,40,000 രൂപയ്ക്ക് അടുത്താണ് കളക്ഷൻ വന്നതെങ്കിൽ ഇന്നലെ ഒരു വമ്പൻ ഇടിവാണ്. ഇന്ന് ശനിയാഴ്ച വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നു 1 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് സിനിമ എത്തുമെന്നുള്ളത്. എന്തായാലും കേരള കളക്ഷൻ 1 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. വലിയൊരു ഡിസാസ്റ്ററായിട്ടാണ് ഈ ഒരു സിനിമ മാറിയിരിക്കുന്നത്. ദിലീപ് നായകനായി എത്തിയ ഭബഭ കളം നിറഞ്ഞാടുന്ന കാഴ്ച വീണ്ടും കാണാൻ കഴിയുന്നു. സ്റ്റഡി കളക്ഷനോടുകൂടി തന്നെയാണ് വെള്ളിയാഴ്ച വരെ സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ഷോ കൗണ്ടുകൾ ഗണ്യമായി കുറയുന്നു എന്നുള്ളതാണ് വെള്ളിയാഴ്ച കണ്ട പ്രതിഭാസം. അതായത് 275ഓളം ഷോകളിലേക്ക് കുറഞ്ഞു. 6,000-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 10 ലക്ഷത്തിനടുത്താണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷനായി സിനിമയ്ക്ക് വന്നത്. അതായത് 15-16 ലക്ഷം രൂപയോളം മാത്രമാണ് സിനിമയുടെ വെള്ളിയാഴ്ച കളക്ഷൻ. വ്യാഴാഴ്ച ഏകദേശം 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ടായിരുന്ന സിനിമ ശനിയാഴ്ചത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കുകയാണ് ഏകദേശം 20 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് കയറുമെന്ന്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25 കോടി കടന്ന ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് 46-47 കോടിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന് മുകളിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ജനുവരി 1-ന് 50 കോടിയുടെ ആ ഒരു പോസ്റ്റർ വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല എന്നുള്ളതാണ്. സിനിമയും ഒരു പരാജയം എന്നുള്ള ലെവലിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത്. പല കണക്കുകൾ പുറത്തു വരുമ്പോൾ അത് വിജയം അങ്ങനെ അല്ലെങ്കിൽ ഇത്ര റിക്കവർ ചെയ്തു എന്നുള്ളതൊക്കെ പ്രൊഡ്യൂസർ അസോസിയേഷനും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പോകുന്ന കാഴ്ചകളും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. എന്താണ് ട്രാക്കേഴ്സിൻ്റെ കണക്കുകൾ പ്രകാരം സിനിമ ഒരു പരാജയത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ്. എന്നാലും വലിയ രീതിയിൽ മോഹൻലാൽ ഉണ്ടായിരുന്നത് സിനിമയ്ക്ക് വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള കളക്ഷൻ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.
എന്തായാലും ഈ ഒരു സിനിമ ഇനിയും വരുന്ന ദിവസങ്ങളിലും ഏകദേശം ഒരാഴ്ച കൂടി ഉണ്ടാകുമെന്നുള്ളതാണ്. ജനനായകൻ വരുന്നതാണ് ബാക്കിയുള്ള സിനിമകളെയൊക്കെ ബാധിക്കുന്ന പ്രധാനമായ ഒരു കാര്യം. ഇനി കളങ്കാവൽ എന്ന മമ്മൂട്ടി ചിത്രവും ഫൈനൽ റണ്ണിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇതിനോടകം തന്നെ സിനിമയ്ക്ക് 100ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സ്ഥിരമായി സിനിമയ്ക്ക് ഷോ കൗണ്ടുകൾ കൂടിയിരുന്ന സ്ഥലത്ത് ഇന്ന് വെള്ളിയാഴ്ച അത് കുറയുന്ന കാഴ്ചകൾ കണ്ടു. കഴിഞ്ഞ ദിവസം 4000-നടുത്ത് ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ ഇന്ന് ഏകദേശം 2300-നടുത്തുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. 3,70,70,000 രൂപയോളമാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷനായി പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 6.5 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് വന്നതെങ്കിൽ ഇന്ന് അത്ര വലിയൊരു 50% ഇടിവാണ് വെള്ളിയാഴ്ച ഉണ്ടായത്. ശനിയാഴ്ച എക്സ്പെക്ട് ചെയ്യുകയാണ് 6 ലക്ഷം മുകളിലുള്ള ട്രാക്ഡ് കളക്ഷൻ. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 38 കോടിയിലേക്ക് സിനിമ എത്തുകയും വേൾഡ് വൈഡായിട്ട് 41 കോടി കടക്കുകയും ചെയ്ത സിനിമ 85 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മമ്മൂട്ടിയുടെ 10 കോടിയിട്ട് 85 കോടി നേടുന്ന ഒരു വമ്പൻ വിജയമായി മാറുന്നു. തൊട്ട് പിന്നാലെ അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്നു ബഡ്ജറ്റിൽ വന്ന 100 കോടി നേടുന്ന 2025 അവസാന ഘട്ടം, അതായത് ഡിസംബറിൽ 2 ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കളങ്കാവലും അതേപോലെ തന്നെ സർവമായ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്ന മറ്റൊരു കാഴ്ച. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഒപ്പം സബ്സ്ക്രിപ്ഷൻ മറക്കരുത്. ഗ്രേറ്റ് മീഡിയാസ്.